ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സംക്തി വാലി എന്ന് പറഞ്ഞ സ്ഥലമായിട്ടാ. മൊത്തം തണുത്ത് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ രാവിലെ എണീച്ചപ്പോൾ കണ്ടൊരു കാഴ്ച ഞാൻ കാണിച്ചതായിട്ട്. ഇന്നലെ നമ്മൾ ടെൻറ്റാണ് അടിച്ചത്. ഇത് നോക്കി ഞങ്ങൾ എൻ്റെ ടെൻറ്റിൻ്റെ അവസ്ഥ നോക്കിയേ. ഇത് നോക്കിയ ഫുള്ള് ഇങ്ങനെ സ്നോ ആയിട്ടേ കാണുന്നത്. ഫുള്ള് ഉറഞ്ഞു പോയിട്ടാ. ഓ നോക്കിയേ സ്നോ ആയിട്ടേ കാണാ. ഓ പിന്നെ എൻ്റെ സൈക്കിൾ നോക്കി ഞങ്ങൾ ഇന്നലെ കവർ വെച്ച കവർ വരെയും ഇതായി പോയിട്ടാ. മഞ്ഞ് വീണിരിക്കണാണ്. സീറ്റൊക്കെ ഫുള്ള് നോക്കിയേ. പിന്നെ അതേ ഫോം വെക്കണ സ്റ്റാൻഡ്, പിന്നെ അതുപോലെ ഗിയറ് എല്ലാം നോക്കി ഫുള്ള് ഇങ്ങനെ ഇതായിട്ടിരിക്കണേട്ടാ. ചെയിനൊക്കെ വരെ നോക്കി ഞങ്ങൾ. ഓ ടയറ് എല്ലാം ഉറഞ്ഞിരിക്കണേട്ടാ. ഇതൊക്കെ ഇതായിട്ടിരിക്കണേട്ടാ നോക്കി. നല്ല തണുപ്പുണ്ട് കേട്ടോ മക്കളെ. ഇതാണ് അവസ്ഥ. അവിടെയൊക്കെ മലയിൽ ഇങ്ങനെ പയ്യെ വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫുള്ള് വെയിൽ വന്നാൽ മാത്രമേ എന്തെങ്കിലും നടപടി ആവുള്ളൂ. പിന്നെ ഫുള്ള് കോടയുണ്ട് അവിടെയൊക്കെ. ഇതൊക്കെ ഫുള്ള് കോടയെന്ന് പറയുന്നത് ഫുള്ള് കോടയാണ്. നമ്മളിതൊരു ഗ്രാമം കേട്ടോ, സംക്തി വാലി എന്ന് പറഞ്ഞാൽ. അവിടെയാണ് നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ചത്. ഇനി പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. ഈ കോടയും ഈ സ്നോയൊക്കെ ഒന്ന് മാറിയിട്ടോണ്ട് ഇറങ്ങാൻ. അപ്പോൾ ഇതാണ്ട കാഴ്ചകൾ രാവിലത്തെ. അങ്ങനെ നമ്മുടെ സൈക്കിളിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നെ കേട്ടാ. ഇപ്പോൾ വെയിൽ വന്നിട്ടുണ്ട്. ഇത്ര നേരം നല്ല കോടയായിരുന്നു. അതുപോലെ നമ്മുടെ ടെൻ്റൊക്കെ ഫുള്ള് ഇങ്ങനെ മഞ്ഞായിരുന്നു കേട്ടാ. ഇപ്പോൾ അതൊക്കെ എല്ലാം മാറി. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നേരത്തേക്ക് ഇവിടെയൊക്കെ ഫുള്ള് ഇതായിരുന്നു കേട്ടാ. ഇപ്പം എല്ലാം സെറ്റായിട്ടാ. ഇപ്പം നമുക്ക് പയ്യെ ഇറങ്ങാം. അതുപോലെ നമ്മുടെ 2 കവറും ഒന്ന് സെറ്റാകണ്ട കേട്ടാ. ഇനി നേരെ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കാണണം. എന്നിട്ട് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാലാന്ന് വെച്ചിട്ടാ. ഇപ്പം പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പം നമ്മൾ ഉള്ളിലൂടെ ഉണ്ട് ഇങ്ങനെ പോണത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് ആ ഒരു വഴിയാണ് കേട്ടോ. നമ്മൾ ഉള്ളു റൂട്ട് പിടിക്കാനാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം ഹോം സ്റ്റേസ് ഒക്കെ ഉണ്ട് കേട്ടോ നോക്കിയേ. പിന്നെ അതുപോലെ തന്നെ ഇവർ ക്യാമ്പിങ്ങിനൊക്കെ വേണ്ടി, അതായത് ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വിറകൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെയൊക്കെ ഒരുപാട് പശുക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവരിങ്ങനെ ചൂട് കൊള്ളാൻ വേണ്ടി ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ പുല്ലൊക്കെ നല്ലോണം ഉണങ്ങിയിരിക്കണേ കേട്ടോ. ഈ കാണുന്നതൊക്കെ നെൽകൃഷി ആർന്ന്. ഇവർ ഇവിടുന്ന് വിളവൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയേക്കണം. എനിക്ക് തോന്നുന്നു അടുത്ത പ്രാവശ്യം ഇടുകയുള്ളൂ. പിന്നെ അതുപോലെ ഈ കാണുന്നത് ഓറഞ്ചിൻ്റെ കൃഷിയാണ് കേട്ടോ. ഓറഞ്ചും ഉണ്ട്. ഇത് ഓറഞ്ച് തന്നെയാണോ? എന്താ കൃഷി? ഓറഞ്ച് തന്നെയാണ് തോന്നുന്നുണ്ടോ? എന്ത് സംഭവം എന്നറിയില്ല കേട്ടോ. പിന്നെ ഇത് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഓറഞ്ച്. അല്ലേ, പശുവൊക്കെ പേടിച്ച് ഓടുന്നതാണ്. ഇതൊക്കെ ഓറഞ്ചിൻ്റെ കൃഷിയാണ്. നമ്മൾ പറിക്കണമെന്നില്ല, കാരണം ആരുടെ പെർമിഷൻ ഇല്ലല്ലോ. അല്ലേ, ഇതൊക്കെ ഫുള്ള് ഓറഞ്ചാണ് കേട്ടോ. അതും ഓറഞ്ച് തന്നെയാണ് തോന്നുന്നു. ഇല കണ്ടട്ടെ, ഒരുപാടുണ്ടായി കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ പറിക്കണില്ല. എനിക്ക് വിശപ്പുണ്ട്, ഞാൻ പറിക്കണില്ല. കാരണം നമ്മൾ ആരും ഇല്ല ഇവിടെ. ആരും ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ കയറി പറിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കക്കണതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചിട്ടേ പറിക്കണേ. ഇപ്പോൾ ചോദിച്ചിട്ടേ പറിക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാമല്ലാന്ന് വെച്ചിട്ടാണ്ടോ. സംക്തിയിൻ ഇതൊക്കെ ഈ കാണുന്നത് റെസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ടോ കൂടുതലും. ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ട് ഇവിടെ. അതുപോലെ അവിടെയും കാണുന്നത് ഹോം സ്റ്റേ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഗ്രാമത്തിലെത്തിയേട്ടാ. ഇവിടെ ഒരുപാട് ചെറിയ വീടുകളും വലിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പഴയ മോഡൽ വീടുകളൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ പോണേക്ക് ഇവിടെ ഒരു കടയിൽ വെള്ളം ഫില്ല് വേണ്ടി കയറിയൊക്കെ കേട്ടോ. ചെറിയ കടയാണ്. ഇവിടെ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. ഇന്നതൊരു പച്ചക്കറിയൊക്കെ ഉണ്ട് കേട്ടോ. ഉരുളൻകിഴങ്ങ്, അതുപോലെ സവാള, വെളുത്തുള്ളി. ഇവിടത്തേക്ക് വീട് കാണാൻ അടിപൊളിയാണ് കേട്ടോ. വീട്ടിലുള്ള ആൾക്കാർ കൂടുതലും ബുദ്ധിസ്റ്റുകളാണ്. പഴയ വീടാണ് കേട്ടോ കാണുന്നത്, കല്ലിൻ്റെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടില്ലേ. ഓക്കെ, ഹായ്. ഗ്രാമത്തിൽ കൂടുതലും കൃഷിയാണ് കേട്ടോ ഉള്ളത്. ഓറഞ്ചാണ് കേട്ടോ മെയിനായിട്ട്. നമ്മൾ വന്നൊക്കെയൊക്കെ കൂടുതലും ഓറഞ്ചുകൾ ഒരുപാട് കണ്ടട്ടാ. കിവിയുടെ സീസണൊക്കെ ഏകദേശം കഴിഞ്ഞ് കിടക്കുന്നതാണ്. ഇതുണ്ടല്ലേ, അവിടെയൊക്കെ ഫുള്ള് ഓറഞ്ചാണ് കേട്ടോ കാണുന്നതൊക്കെ. ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ഓരോ വീട്ടിലും. പിന്നെ അതുപോലെ തന്നെ ഹോട്ടലുകളുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്, പിന്നെ ക്യാമ്പിങ് സൈറ്റുകളുണ്ട് ഒരുപാട്.
ടൂറിസം എന്നത് ഈ ഒരു ഗ്രാമത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ടും കാര്യങ്ങളും കൊടുക്കേണ്ട കേട്ടോ. നമ്മുടെ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ സൈക്കിൾ ഓട്ടി പോണേണ്ട. ഇവിടെ എന്താ കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ പിടുത്തമില്ല. ചെറിയൊരു വഴിയാണ് കേട്ടോ. ഞാൻ വരുമ്പോൾ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് ഇതിലൂടെ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അവിടെ ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ. ടെൻറ്റ് ക്യാമ്പിങ്ങും അതുപോലെ തന്നെ മഡ് ഹൗസ് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ചത് ആ അറ്റത്താണ് കേട്ടോ. അതായത് അവിടെ ഒരു ക്യാമ്പ് സൈറ്റ് നിങ്ങൾ കാണുള്ളത്. അതിൻ്റെ ആ ഭാഗത്താണ് ടെൻറ്റ് അടിച്ചത്. അവിടെ നിന്നാണ് കേട്ടോ നമ്മളിങ്ങനെ കറങ്ങി വന്നത്. ഇവിടെയുള്ള ആളുകളുടെയൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വരുമാനം ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൂറിസം കേട്ടോ. ഇവിടെ എല്ലാ വീടുകളിലും ഹോം സ്റ്റേസും അതുപോലെ തന്നെ ക്യാമ്പിങ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേസ്റ്റൊക്കെ ഇട്ടതിന് 5000 രൂപ ഫൈൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതും വെള്ളത്തിലൊക്കെ വേസ്റ്റ് ഇട്ടതിന് 5000 രൂപ ഫൈൻ അടക്കേണ്ടി വരും. അതുപോലെ വേസ്റ്റ് ഡബ്ബയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബ്രിഡ്ജൊക്കെ കാണാൻ വല്ലാത്ത ഭംഗിയാണ് ഇവൻ്റെ. കാരണം കൂടുതലും ഈ ഒരു ടിബറ്റൻ ഫ്ലാഗുകളുടെ ഭംഗികളാണ് പ്രധാനമായിട്ടുള്ളത്. അതുപോലെ അവിടെ കുറേ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതെ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ടെൻ്റ് അടിച്ചത് ഇതേപോലത്തെ ഒരു ഏരിയയിലാണ് കേട്ടോ. പക്ഷേ അവിടെ ഒന്നും അധികം കല്ലൊന്നും ഉണ്ടാകുന്നില്ല. കല്ലിൻ്റെ മേളിൽ നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റില്ല കേട്ടോ. ഈ കാണുന്നതൊരു ഹോം സ്റ്റേ ആണ്. പക്ഷേ ഇതല്ലാണ്ട് വേറെ ഒന്നും ഇല്ലെന്ന് തോന്നട്ടെ അവിടെ. ഇവിടേക്ക് എന്തൊക്കെയോ കൃഷി ഉണ്ടാകുന്ന കേട്ടോ. അതൊക്കെ ഫുള്ള് ഉണങ്ങിയിരിക്കുന്നതാണ്. നോക്കി ഒരു വലിയൊരു കൃഷിപ്പാടം കേട്ടോ. അതിൻ്റെ ഇവിടെ തന്നെ ഒരു ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ സീസണൊക്കെ ഔട്ടായിട്ടാ. ഈ പറഞ്ഞ പോലെ കിവീൻ്റെയും അതുപോലെ മറ്റു ഫ്രൂട്ട്സിൻ്റെയൊക്കെ സീസൺ ഔട്ടായി. ഇപ്പോൾ ഉള്ളത് ഓറഞ്ചാട്ടാ മെയിനായിട്ട് കാണുന്നത്. അതുപോലെ അവിടെയൊക്കെ ചോളമൊക്കെ ഉണ്ട് ഉണ്ടല്ലേ. ഈ കാണുന്നതൊക്കെ ചോളം കേട്ടോ. ഇല്ല ചോളം അതന്നെ, ചോളം തന്നെയാണ് ഈ കാണുന്നത്. പിന്നെ ചിലയിടത്ത് കരിമ്പൊക്കെ ഉണ്ട് കണ്ടില്ല. ചിലയിടത്തൊക്കെ ഇങ്ങനെ ഉണ്ടായി വന്നുള്ളൂ കേട്ടോ. അവിടെ ഇങ്ങനെ ഉണ്ടായി വന്ന് വലുതായിരിക്കണേണ്. കാണത്തിൽ അത്യാവശ്യം നല്ല പൈസ ഉള്ളൊരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഈ ഒരു സൈഡിൽ വാഴ ഇങ്ങനെ ഉണങ്ങിയിരിക്കണം. നോക്കിയേ, നേരത്തെ കണ്ട അരുവിയുടെ അടുത്ത് തന്നെ വീണ്ടും എത്തിയേട്ടാ. ഇതിങ്ങനെ ഒറ്റ ഇതിലാണ് പോണത്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിനൊക്കെ. അവിടെയൊക്കെ പുതിയ ബിൽഡിങ്ങിൻ്റെ പണി നടന്നിട്ടിരിക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു അതും ഇതേപോലെ എന്തെങ്കിലും റിസോർട്ട് അല്ലെങ്കിൽ ഇതേപോലെ ഹോം സ്റ്റേസ് എന്തോ ആണ് തോന്നുന്നത്. ഇവിടെ അല്ലാണ്ട് ഒരുപാട് വലിയ വലിയ വീടുകൾ പണിതിട്ട് ഒരു കാര്യമില്ല കേട്ടോ. കാരണം ഇവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ ഹോം സ്റ്റേയിൽ നിന്നുമാണ്. പിന്നെ അതുപോലെയുള്ള കൃഷിയിൽ നിന്നുമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയത്. പിന്നെ ഈ ഒരു സ്ഥലം കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. എന്നാലും ഈ പറഞ്ഞ തവാങ്ക പോണ അത്ര ആൾക്കാർ പോകുന്നില്ല കേട്ടോ. കാരണം അധികം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഇത് കാണാൻ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഇതൊരു വാലിയാണ്. നിങ്ങൾ ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു പീസ്ഫുള്ളാണ് കേട്ടോ. നമ്മളിപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് നടന്നു വന്നിട്ടാ. നടന്നു വന്നപ്പോൾ നല്ല രീതിയിൽ ദാഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. നമ്മൾ തവാങ്ങിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും. വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ടാവും. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ താഴ്ത്താണ് വന്നത്. രാവിലത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, അതൊട്ടും പ്രതീക്ഷിക്കാണ്ടാട്ടോ അത്. പിന്നെ അതേ വന്നപ്പോൾ വെള്ളം കുടിച്ചേട്ടാ. വെള്ളം കുടിച്ച് ഇത്രയാക്കി. ഇതിപ്പോൾ ശരിക്കും മലയിൽ നിന്ന് തന്നെ വെള്ളം കൊണ്ടേ നല്ല ഇതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് വെള്ളത്തിന്. വല്ലാത്ത ടേസ്റ്റാണ്. ദാഹിച്ചിരിക്കണോണ്ടാണോന്ന് അറിയില്ല കേട്ടോ. നല്ലോണം കുടിച്ച് അങ്ങനെ തീർത്ത് കളയണേ. വല്ലാത്ത ടേസ്റ്റാണ് വെള്ളത്തിന്. ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊന്ന് കയറിയതാണ്. അതുപോലെ തന്നെ നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവൻ്റെ കിച്ചണും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാണ്ട് വന്നേട്ടാ. എനിക്ക് ഇവിടെ താറാവും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. അതിലൂടെ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും. ഒടിയോ പൊട്ടി വീഴാതിരുന്നാൽ മതി കേട്ടാ. എന്തോരം താറാവുകളാണ് കേട്ടോ. അടിപൊളിയല്ലേ ഇവിടെ കാണാൻ വേണ്ടി ഈ ഒരു ലൊക്കേഷൻ. ഇവിടെയൊക്കെ നല്ല പൈസ കിട്ടാം റെൻറ്റ് തന്നെ. ഒരു 5000 രൂപയിലൊക്കെയും. 5000 അല്ലെങ്കിൽ
അതിൽ മേലേക്ക് കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഏരിയയിലൊക്കെ 2000-2500 വെച്ചാണ് സ്റ്റാർട്ടിങ് വന്നത് കേട്ടോ ഒരു ദിവസം സ്റ്റേ. ഇതേപോലെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഏകദേശം നല്ല രീതിയിൽ റേറ്റും കാര്യങ്ങളൊക്കെയും. പക്ഷെ നമുക്കെന്നും നമ്മുടെ ടെൻറ്റ് തന്നെ കേട്ടോ. പക്ഷെ ഇതേപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് കിട്ടും. ഇത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വ്യൂ ഒക്കെ കണ്ടിരുന്ന് ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ വന്നതാണ്. ഇത് എനിക്ക് സെറ്റല്ലേ. ഇവിടെ ഇങ്ങനെ വന്നിരുന്നുണ്ടല്ലോ, ഒരു ഗ്ലാസ് ചായയൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാട്ടാ. സെറ്റാണ്ടാ അവിടെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ അത് ഇവിടെ ക്യാമ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് 3 ടെൻറ്റ് കാണുന്നുണ്ട് അവിടെ. നമ്മളിത് കണ്ട് എന്നപ്പോൾ ഇവിടെ ഒരാളുണ്ട് കേട്ടോ. ഹായ് ഭയ്യ, आपका नाम क्या है? मेरा नाम दिलचस्प है। अच्छा, ताकि आपको मिल के सर आप कहाँ से हो? हम असम का है। असम है ना? असम तेजपुर। तेजपुर। भैया थैंक यू फॉर आपका चाय देने के लिए. ഓക്കെ താങ്ക് യു ഭയ്യ. അപ്പോൾ ആളാണ് നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ തന്നത്. നമ്മൾ ചായ കുടിച്ചേട്ടോ. അപ്പോൾ പുള്ളിയായിട്ട് വർത്താനം പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് വീഡിയോ എടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിനേട്ടാ ഭയ്യ. ഓക്കെ ടീക്കേ. നോക്കി എവിടേക്ക് ഇങ്ങനെ ചോളമൊക്കെ ഇങ്ങനെ ഉണക്കാനിട്ടേക്കണം. നോക്കി അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. ഇവിടെയുള്ള വീടുകളൊക്കെ അടിപൊളിയാണ്. നമ്മൾ നേപ്പാളിലൊക്കെ വന്നപ്പോൾ കണ്ട പഴയ വീടുകൾ പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കൂടുതലും ഇതാണ് കേട്ടോ, ഹോം സ്റ്റേകളൊക്കെ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം അവസ്ഥയാണ് കേട്ടോ. അതുപോലെ ഈ കാണുന്നത് ഒരു വൈൻ ഷോപ്പാണ്. പിന്നെ ഇവിടെ പബ്ലിക് ടോയ്ലറ്റൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. താങ്ക്സ്, വിസിറ്റ് അഗെയിൻ. ഇതിലൊരു ബോർഡൊക്കെ വെച്ചേക്കണേക്ക്. അടിയിൽ കണ്ടില്ല ഒരുപാട് ചെമ്മരിയാട് ഇപ്പം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഫാമുണ്ട് ഇവിടെ ചെമ്മരിയാടിൻ്റെ. നമ്മൾ ഇനി അങ്ങാടെ കണ്ട പോണത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അങ്ങാട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നു. കാരണം ആടുകൾ മൊത്തം ഇവിടെ കേട്ടാ പാടത്ത് പുല്ല് കഴിക്കാൻ വേണ്ടി വിട്ടേക്കണേണ്. ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവും എന്നറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇത് നോക്കിയേ എന്തോരം ചെമ്മരിയാടാന്ന് നോക്കിയേ. ഇതിങ്ങനെ പുല്ല് കണ്ടിരിക്കാനേട്ടാ. ആ ഒരു സൈഡിലൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ദേവദാരു മരങ്ങളാണ്ട് ഈ കാണുന്നതൊക്കെ. ഇത് കാണാൻ തന്നെ വല്ലാത്ത ഭംഗിയാണ്. അതിൻ്റെയൊക്കെ അവിടെയൊക്കെ ചെറിയ വീടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഒന്നും കാണില്ല, പക്ഷേ ഉള്ളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ചെറിയ വീടുകളൊക്കെ കാണാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് തികച്ചും ഒരു ഗ്രാമപ്രദേശമാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റിയത് ഗ്രാമീണ ഭംഗിയും അതുപോലെ തന്നെ ഇതേപോലെയുള്ള മനോഹരമായ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ സംഗ്തി വാലിയിൽ പ്രധാനമായിട്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ വന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഈ കാഴ്ചയാണ് ഏറ്റവും പ്രധാനമായിട്ടാണ്. നമ്മളിവിടെ വന്ന ഒരു ദിവസം ഇവിടെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്ത ഫീലാണ്. ശരിക്കും ഞാൻ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും ഗുവാഹട്ടിയിൽ നിന്നൊക്കെ വരുമ്പോൾ ഡിറാങ്ങിൽ സ്റ്റേ ചെയ്യാണ്ട് സംഗ്തി വാലിയിൽ വന്നിട്ട് സ്റ്റേ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ. നിങ്ങൾ ഡിറാങ്ങിൽ സ്റ്റേ ചെയ്താൽ എനിക്ക് വേറെ ഒന്നുമില്ല. പിന്നുള്ളത് നിങ്ങൾക്ക് പോകാനുള്ളത് മണ്ഡല ടോപ്പാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന സംഗ്തി വാലിയാണ് കേട്ടോ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ ഉള്ളത് അവിടെ നിന്ന് തവാങ്ങി പോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ, അതായത് ഡിറാങ്ങിൻ്റെ ഏകദേശം 15 കിലോമീറ്റർ വന്ന് തന്നെ സംഗ്തി വാലി എത്തും കേട്ടോ. ഇവിടെ സ്റ്റേ ചെയ്ത് തന്നെ അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒരു ഷീപ്പ് ഫാം കാണാൻ വേണ്ടി വന്നേക്കേണ്ട. നേരത്തെ നമ്മൾ കണ്ട ചെമ്മരിയാടില്ലേ അതിൻ്റെയൊക്കെ ഒരു കൂടാണ്ട. അപ്പോൾ ഇതൊരു ഫാമാണ്. പക്ഷേ എല്ലാത്തിനും ഞാൻ താഴ്ത്തി വിട്ടേക്കണേ കേട്ടോ പുല്ല് തിന്നാൻ വേണ്ടി. അപ്പോൾ ഇത് വരുമ്പോൾ ഒരു 3 മണിയൊക്കെ ഒന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടി പോണേണ്. ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഫീസാണ് ഈ കാണുന്നത്. എനിക്ക് ആ കാണുന്നത് കോട്ടേജുകളാണെന്ന് തോന്നുന്നു കേട്ടോ റെൻറ്റിന് കൊടുക്കുന്നത്. പിന്നെ അവിടേക്ക് എന്തോ ഉണ്ട് കേട്ടോ. എന്താ സംഭവം എന്നൊരു പിടുത്തമില്ല. നമ്മൾ എങ്ങാടേക്ക് പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു ഗ്രാമത്തിൻ്റെ വ്യൂ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയല്ലേ. നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ വന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഷീപ്പ് ഫാം. ഞാനവിടെ കുറച്ച് പേര് ഇപ്പം ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചത്. അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. ഷിപ്പ് ഇതൊന്നുമില്ല, ആടൊന്നും ഇല്ലെന്നാണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ വന്ന വയ്ക്കാണ്ടില്ലേ അതിനെ ശരിക്കും പുല്ല് കഴിക്കാൻ വേണ്ടി വിട്ടേക്കണേ കേട്ടോ. അതിനി ഒരു വൈകിട്ട് 3-4 മണിയൊക്കെ ആകുമ്പോൾ വരുള്ളൂ എന്ന് പറഞ്ഞത്. ഇതൊക്കെ ശരിക്കും ഒരു നല്ല അടിപൊളി പ്രോപ്പർട്ടിയൊക്കെ ആയിട്ട് വെക്കാം കേട്ടോ. ഹോം സ്റ്റേ പോലെയൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഹോം സ്റ്റേ ആയിരിക്കുമെന്ന്, പക്ഷേ ഇത് ഹോം സ്റ്റേ അല്ല കേട്ടോ. പിന്നെ അതുപോലെ ടൂറിസ്റ്റുകളൊന്നും കണ്ടില്ല കേട്ടോ ഇവിടെ അങ്ങനെ. പക്ഷെ ഇവിടെയൊന്നും ഒന്നും ഇല്ല കേട്ടോ. അത് നോക്കി ഇതാണ്ടാ അതിൻ്റെ കാഷ്ടമൊക്കെ കിടപ്പുണ്ട് ഇവിടെ. ഇത് ലോക്കാണ് കേട്ടോ. അതെ ലോക്ക് ചെയ്തിട്ടേക്കനെയാണ്.
ക്ലോസ് ആണ്ടാ, അടച്ചിട്ടേക്കണേന്. ഇവിടെ ആരും ഇല്ലാട്ടെ. ഇവിടെ ഒന്നുണ്ട്, ഇത് ഓപ്പൺ ആണ്ടാ, തുറന്ന് വെച്ചേക്കണേണ്. ഒന്ന് പോയി നോക്കാം. ഇത് പഴയതാണ്ടാ, ഇത് പുതിയതല്ല. ഇതിങ്ങനെ പൊളിഞ്ഞിരിക്കണേട്ടാ, വേറെ ഒടിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. ഇതുണ്ടല്ലേ, ഇത് പഴയ ആട്ടും കൂടാണ്ടാ. ഇത് മൊത്തം തകർന്ന് തരിപ്പോടെ ഇട്ടിരിക്കണേ. നോക്കി, അവിടെയൊക്കെ ഫുള്ള് പൊളിഞ്ഞിരിക്കണേണ്ടാ. ഞങ്ങളുടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി പൊളിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ താഴെ വീഴട്ടാ. ഒന്ന് കാണാനുണ്ട്, എന്തായാലും വന്നുകൊണ്ട് നമുക്ക് കയറി നോക്കാട്ടാ. ഇത് കോൺക്രീറ്റ് ചെയ്തേക്കണേട്ടാ. ഇത് കണ്ടില്ലേ, ഓരോ ഇതായിട്ട് മാറ്റിയേക്കണേണ്. ഡോറൊക്കെ നോക്കി. ഇത് പിന്നെയും എനിക്ക് തോന്നുന്നുണ്ട് ഇതിൽ ആടിനെ കയറ്റേണ്ടെന്ന് തോന്നട്ടാ. ഫ്രഷ് ആട്ടും കാട്ടൊക്കെ വീണ് കിടക്കണം. നോക്കി, ഇപ്പുറത്തെ ലോക്ക് ചെയ്തിട്ടേക്കണേണ്ടാ. അതുപോലെ ഇപ്പുറത്തും ഉണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടല്ലോ ഒരുപാട് ആട്ടിൻകുട്ടികളുണ്ടെന്ന് തോന്നുന്നു. എല്ലാത്തിനും വിട്ടേട്ടാ. നമ്മൾ ശരിക്കും നേരത്തെ വന്നായിരുന്നെങ്കിൽ മര്യാദ കാണാറുണ്ട്. പക്ഷെ നമ്മൾ അവിടെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് വന്നുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണേണ്ടാ, ഇനി ഇവിടെ എന്നിട്ട് കാര്യമില്ല. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. ഈ മരമൊക്കെ ഇങ്ങനെ ഫുള്ള് ഉണങ്ങിയിരിക്കണം. നോക്കിയേ, ഇതൊക്കെ ഇനി ഇതിൻ്റെ സീസണൊക്കെ വേണ്ട, ഇതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാണ് കേട്ടോ. ഇപ്പം എല്ലാ സീസണും പോയി. ഇപ്പം ആകെയുള്ളത് ഓറഞ്ചാണ് കേട്ടോ. ഈ കാണുന്നത് ഓറഞ്ചിൻ്റെ അല്ല, ഇത് എന്ത് മരം. ഇത് എനിക്ക് തോന്നണത് മറ്റേ കാക്ക ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഏരിയ തോന്നട്ടാ, അതിൻ്റെ മരമാണ് തോന്നണത്. പിന്നെ അതുപോലെ കിവീൻ്റെയൊക്കെ മരങ്ങളൊക്കെ ഉണങ്ങി കിടക്കണേട്ടാ പലയിടത്തും. അതുപോലെ ഈ കാണുന്നതില്ലേ, ഈ കാണുന്നത് കിവിയുടെ ഫാമാണ്ടാ. ഇത് മൊത്തം ഉണങ്ങിയിരിക്കണേണ്ടാ. നോക്കിയേ, ഫുള്ള് ഉണങ്ങിയിരിക്കണേട്ടാ ഇതിലേക്കാ. കാരണം ഇതിൻ്റെ സീസൺ കഴിഞ്ഞ്. അതുപോലെ ഇതിൽ കിവി ഒന്നുമില്ല കേട്ടാ. അതാണ് ഏറ്റവും വലിയ ഇത്. കാരണം ഇതിൻ്റെ നവംബർ വരെ ലാസ്റ്റ് ഉള്ളൂ. സെപ്റ്റംബർ ഒക്ടോബർ ആ ടൈമിലൊക്കെയാണ് കിവിയുടെ സീസൺ കേട്ടാ. പിന്നെ ഇത് റോഡിൻ്റെയൊക്കെ പണിയും കാര്യങ്ങളൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. ഇവിടെ ടാറിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. സൈക്കിളൊക്കെ എടുത്ത് പയ്യെ അങ്ങോട്ട് മുന്നോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ ഇന്നലെ വന്ന വഴിയൊക്കെയാണ്. ഇന്നലെ നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല, കാരണം ഇന്നലെ നമ്മൾ ആസ്വദിച്ചാണ് വന്നത്. അപ്പം ഇന്ന് തിരിച്ചു പോകണമൊക്കെയാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് പോകണേ കേട്ടോ. ഓക്കെ, ഇന്നിപ്പോൾ ഒരു സ്റ്റേ ഇട്ടേട്ടാ. അപ്പോൾ അതേ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേട്ടാ. കഴിഞ്ഞ ദിവസം, അതായത് നമ്മൾ ഫസ്റ്റ് ഡിറാങ് എത്തിയ ടൈമിൽ താമസിച്ച സ്ഥലം എന്ന് പറയുന്നത് ആ കാണുന്ന സ്ഥലം കേട്ടോ. നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ പോകാമായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണതിന് ഒരു പുള്ളി നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വന്നോട്ടാന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേണ്. ശരിക്കും ഞാൻ ടെൻ്റ് അടിക്കാമെന്ന് തന്നെ വിചാരിച്ചാൽ കേട്ടാ. ഞാൻ പുള്ളീനെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ. പക്ഷേ പുള്ളി എന്നോട് പറഞ്ഞു നീ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കയറിക്കൊണ്ടിരിക്കണേട്ടാ. അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. എനിക്ക് പിന്നെ കയറാനും മടിയായിട്ട്. ഇനിയിപ്പോൾ നാളെ ഇറങ്ങണ്ടേ. അപ്പോൾ നമ്മൾ മണ്ഡല പോണ റൂട്ടാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ടെൻ്റൊക്കെ അടിച്ചിട്ട് താമസിക്കാമല്ലാന്ന് ഞാൻ ചിക്കനായിരുന്നു. അപ്പോഴാണ് ഈ പുള്ളി വന്നേട്ടാ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോണത്. അതുപോലെ തന്നെ ആ കാണാൻ മൊണാസ്ട്രി എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളി മൊണാസ്ട്രിയാണ്. ഇപ്പോൾ ഏകദേശം വൈകി തുടങ്ങിയിട്ട്. ഇപ്പം ഇവിടെ 4:30 ആകുമ്പോൾ ഇവിടെ ഇരുട്ടി തുടങ്ങും കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ നല്ല രീതിയിൽ ഇരുട്ടി തുടങ്ങും കേട്ടോ 4:30 ആകുമ്പോൾ. പയ്യെ ഇരുട്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഇരുട്ടു കേട്ടോ. പിന്നെ ഇപ്പം നാളെ നമുക്ക് തിരിച്ച് ഇങ്ങനെ ഇറങ്ങി വേണം പോകാൻ. എന്തായാലും പയ്യെ മേളിലേക്ക് കയറാം കേട്ടോ. ഇന്ന് തങ്ങാനൊരു റൂം കിട്ടിയേട്ടാ. റൂം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഓണറുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതാണ് നമുക്ക് റൂം. അടിപൊളി റൂം കേട്ടോ. हाय भैया, आपका नाम क्या है? वांगदी। अच्छा, ये जगह का नाम क्या है? दिरांग। आपका लोकेशन कहाँ पे? निमास रोड दिरांग व्यू पॉइंट पे है। अच्छा, आपका ये होटल का नाम क्या है? रिसोर्ट का नाम क्या है? वांगदी रिसोर्ट। ओके, ये तो दिरांग में कितना दूर है? आपको दिरांग में यहाँ से मेन रोड से 1.6 किलोमीटर 6 किलोमीटर हाइट में है। हाइट तो दिरांग ही है। दिरांग है ना, यहाँ से दिरांग व्यू पॉइंट भी देख सकते हैं ना। पूरा दिरांग अच्छा, ये तो दिरांग व्यू पॉइंट है ना। और भैया यहाँ में आप लोग क्या क्या प्रोवाइड है आपका रिसोर्ट में? रूम और क्या क्या मतलब फूड वगैरह है? सब कुछ है ना। आपको जैन फूड तक भी हम लोग। अच्छा, मतलब रूम्स वगैरह कौन सा रूम है? रूम एक ही कैटेगरी में है। एक ही कैटेगरी है ना। कॉटेज हमारा 6 कॉटेजेस है। और आपको मेरा सुपर डिलक्स आपको 4 है। टोटल 10 रूम। 10 रूम है ना। अच्छा।
ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ. സത്യം പറഞ്ഞിട്ടല്ല, എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ്, അതും എൻ്റെ യാത്രയിലാണ് ഞാൻ ഇതേപോലെയുള്ള വലിയ വലിയ റിസോർട്ടുകളിലും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താമസിച്ചേട്ടാ. അതും ഫ്രീ ആയിട്ടൊക്കെ എനിക്ക് താമസിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വലിയ കാര്യമാണ്. നമ്മളല്ലാണ്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് ചെറിയ രീതിയിലൊക്കെ നമ്മൾ ഓരോ ടൂറൊക്കെ പോകുമ്പോൾ ചെറിയ റിസോർട്ടൊക്കെ എടുത്ത് താമസിക്കുമെങ്കിലും ഇത്ര വലിയ ഫെസിലിറ്റീസ് ഉള്ള റിസോർട്ടിലൊന്നും ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ താമസിച്ചിട്ടില്ല. ഇത് നോക്കിയേ, നല്ല അടിപൊളി റിസോർട്ടും കാര്യങ്ങളൊക്കെ എന്താ നോക്കി. ഇതാണ്ട ഇതിൻ്റെ ബാത്റൂമും കാര്യങ്ങളൊക്കെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, ഹീറ്ററുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നോക്കി നമ്മുടെ ഷെൽഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ലഗേജും സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയത്. ഇവിടെ തന്നെ ഒരു വലിയ കിടിലം മിററൊക്കെ ഉണ്ട് കേട്ടോ. ഹായ്. അതുപോലെ തന്നെ ഈ റൂം നോക്കിയെങ്കിൽ സെറ്റ് റൂമായിട്ട് എന്ത് വലിയ വിശാലം നോക്കിയേ. ഇത് 2 പേർക്ക് 3 പേർക്ക് എടുക്കാൻ പറ്റിയ കട്ടിലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ TV ഉണ്ട്, പിന്നെ അത് ഹീറ്റർ ഉണ്ട് കേട്ടോ. ഇത് ഒരുപാട് റിസോർട്ടുകളിലും അതേപോലെ റൂംസുകളിലൊന്നും ഇത് കൊടുക്കാറില്ല. കൊടുക്കണേ തന്നെ അതിന് വേറെ റെൻ്റ് ആണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ എല്ലാം എനിക്ക് അവർ തന്നാണ്. പിന്നെ അത് കുടിക്കാനുള്ള ചൂടുവെള്ളം, അതിനുള്ള കെറ്റിൽ, പിന്നെ അതുപോലെ തന്നെ ചായപ്പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ കോൾ ചെയ്യാൻ, പിന്നെ ഫുഡിൻ്റെ മെനു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാട്ടോ ഹൈലൈറ്റ്, ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഈ കാണുന്ന വ്യൂ ആട്ടാ, ഇത് ഞാൻ രാവിലെ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടാ. ഇതിൻ്റെ വ്യൂ ഇത് നോക്കിയേ, ഈ കാണുന്നതാണ് കേട്ടോ ഡിറാങ് എന്ന് പറഞ്ഞാൽ നഗരം കേട്ടാ. നഗരം എന്നൊക്കെ വായിലെന്തൊക്കെ വരുന്നത് കേട്ടാ. ഈ കാണുന്നതാണ് ഡിറാങ് എന്ന് പറഞ്ഞ ടൗൺ കേട്ടാ. എന്ത് ഭംഗിയാണല്ലോ കാണാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ അന്ന് താമസിച്ചൊരു ഹോട്ടലാണ് കേട്ടോ കാണുന്നത്, അത് ഏറ്റവും അടിയിലാണ്. അതുപോലെ തന്നെ ഡിറാങ്ങിൽ ഏറ്റവും ബെസ്റ്റ്, അതുപോലെ തന്നെ ഏറ്റവും നല്ല കിടിലം വ്യൂ കിട്ടണ റിസോർട്ട് എന്ന് പറഞ്ഞിട്ടല്ല നമ്മളത് ഈ നിൽക്കണതാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ ഒട്ടും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് എൻ്റെ യാത്രയിൽ ഓരോന്നായിട്ട് നടന്നോളൂ കേട്ടാ. ഇത് നോക്കിയേ, ഇതിനും വലിയ വ്യൂ നിങ്ങൾക്ക് ഡിറാങ്ങിൽ വേറെ കിട്ടാനില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് റിസോർട്ട് ഇൻ ഡിറാങ് ഇതാണ് കേട്ടോ. ഫുള്ള് കാണട്ടെ, രാവിലെ അടിപൊളിയായിരിക്കും.